നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഉപേക്ഷിച്ചത് എന്റെ കുഞ്ഞിനെയല്ല, ഈ വീട്ടിലെ കുഞ്ഞിനെയാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്ക്. നിന്നോട് പറഞ്ഞല്ല ഞാൻ കേട്ടു. നെല്ലിശ്ശേരി വീടിന്റെ ദുരവസ്ഥ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ? സ്വന്തം രക്തത്തിലുണ്ടായ മക്കളെക്കാൾ അവകാശം മരുമോളുടെ ദത്തുപുത്രിക്ക്, അതും ഈ വീട്ടിലെ ഡ്രൈവറുടെ കുഞ്ഞ്. കഷ്ടമാ നിങ്ങളുടെയൊക്കെ കാര്യം. അച്ഛൻ മാത്രമല്ലല്ലോ, എന്റെ ആങ്ങളമാരും ആ നശിച്ച സന്തതിയെ നെല്ലിശ്ശേരിയിലെ കുഞ്ഞായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കണ്ടില്ലേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നത്? നന്ദേട്ടന്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? എന്താ സംശയം? നന്ദേട്ടന് എങ്ങനെയാ ആ കുഞ്ഞിനെ അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എല്ലാവരെയും പറഞ്ഞു പറ്റിക്കാനും വിശ്വസിപ്പിക്കാനും മിടുക്കിയാണല്ലോ അർച്ചന. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിന്റെ പേരിലാണ് അച്ഛനെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലേ 100% സന്തോഷത്തോടു കൂടെ ഞാനത് സമ്മതിക്കുമായിരുന്നു. സ്വന്തമായിട്ടൊരു കുഞ്ഞ് നിന്റെ ഏട്ടനെ കൊണ്ട് ഈ ജന്മത്തത് നടക്കില്ല. നടക്കാഞ്ഞിട്ടാണോ അതോ ഏട്ടൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ? ആങ്ങളെയായി പോയില്ലേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കുമായിരുന്നു. മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നത് തന്നെയാ, അല്ലാതെന്താ. പക്ഷെ കുഞ്ഞുങ്ങളില്ലെന്ന് കരുതി ഇവളെ പോലെ ഏതെങ്കിലും ദരിദ്രവാസിയുടെ ഒരു കുഞ്ഞിനെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരില്ല. ഇതിനെ കളഞ്ഞു കിട്ടിയതാണോ അതോ മോഷ്ടിച്ചതാണോന്നൊക്കെ ആർക്കറിയാം. എന്തായാലും അർച്ചനയ്ക്ക് ഈ കുഞ്ഞിനെ കിട്ടിയതിനു പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. സത്യത്തില് ഇത് ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞു തന്നെയാണ്. സത്യം ആർക്കറിയാം? അർച്ചന പറയുന്നതല്ലേ ഇവിടെ എല്ലാരും വിശ്വസിക്കൂ. അവളുടെ വാക്കുകൾ വേദവാക്യം പോലെ വിഴുങ്ങാനാണല്ലോ നിന്റെ അച്ഛനും ആങ്ങളമാർക്കൊക്കെ ഇഷ്ടം. പക്ഷെ നിന്റെ കാര്യ കഷ്ടം. നിന്നേക്കാൾ അംഗീകാരം ഈ നെല്ലിശ്ശേരിയിൽ കിട്ടാൻ പോകുന്നതേ നാളെ ആ കുട്ടിക്കായിരിക്കും. ആ നശിച്ച സാധനം കാരണം എന്റെ സമാധാനം പോയി. ആ ഇനി അങ്ങോട്ട് നെല്ലിശ്ശേരിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ കുഞ്ഞന്നെ ആയിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു എലിക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് കളയുന്നത് പോലെ അതിനെ നെല്ലിശ്ശേരിയിൽ നിന്ന് തൂക്കിയെടുത്ത് കളയണം. എന്താ പറ്റോ? അല്ലെങ്കിൽ അതിനെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? വേണ്ടി വന്ന് ഞാൻ അതും ചെയ്യും. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾക്ക് അങ്ങനെ പുറത്തുനിന്നുള്ളൊരു അവകാശി വേണ്ട. ആ വൃത്തികെട്ട ശിവരാമന്റെ മുന്നിലെങ്ങാനും വന്ന ഒറ്റ കുത്തിന് ഞാൻ അയാളെ കൊന്നേനെ. അങ്ങനെ ശിവരാമനെ കൊന്നതുകൊണ്ടായില്ല. കൊല്ലേണ്ടത് ആ കുഞ്ഞിനെ തന്നെ. ചില വളർത്തുമൃഗങ്ങളെ മനുഷ്യർ കൊല്ലാറില്ലേ? ചിലപ്പോഴൊക്കെ അവയുടെ മാംസവും കഴിക്കാറുണ്ട്. ഇവിടെ മാംസം കഴിക്കണമെന്ന് ഞാൻ പറയില്ല, കൊല്ല. അതിനൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇവിടെ ആർക്കും മനസമാധാനം ഉണ്ടാവില്ല. ഓർത്തോ നീ? എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. രാത്രി വീട്ടിൽ കയറി വന്ന് ഭ്രാന്ത് പറയുന്നോ? മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്ക്. ഇല്ല, എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ പോയില്ല. ഇല്ലെങ്കിലേ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയും.
ഈശ്വര, കുഞ്ഞുങ്ങളെ മാറ്റിയ കാര്യം ഇയാളിപ്പോ വിളിച്ചു പറഞ്ഞ അതോടെ എല്ലാം തീരും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശ്ശേ. പറഞ്ഞത് കേട്ടില്ലേ? പോയി എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് വാ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ആ. വിട്, എന്റെ കുഞ്ഞിനെ വിട്. കുഞ്ഞിനെങ്ങിത്താ. ഇതേ അയാളുടെ കുഞ്ഞ. ഈ കുഞ്ഞിനെ കൊടുത്താ അയാൾ അങ്ങ് പൊക്കോളൂ. ഇതാ തന്റെ കുഞ്ഞ്, കൊണ്ടുപോയിക്കോ. വേണ്ട. ശ്ശേ. മര്യാദയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാനാ പറഞ്ഞത്. താൻ വഴിയിൽ എവിടെ ഉപേക്ഷിച്ച കുഞ്ഞിനെ അർച്ചന എവിടെ കൊണ്ടുവന്നത്? ഇത്രയും നാൾ ഈ വീട്ടില് ഇതിനെ വളർത്തി വലിഞ്ഞേറി വന്നിരിക്കുന്നു. വേഗം ഈ കുഞ്ഞിനെ കൊണ്ട് പൊയ്ക്കോ. മേലിലിവിടെ കണ്ടുപോരുത്, ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. പിടിക്കേ. എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഇതല്ല എന്റെ കുഞ്ഞ്. ചേച്ചി, എന്താ എന്താ കുഞ്ഞിനെ വാങ്ങാൻ വന്നത്? എന്താ? ഞാൻ ഉപേക്ഷിച്ചത് എന്റെ കുഞ്ഞിനെയല്ല, ഈ വീട്ടിലെ കുഞ്ഞിനെയാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്ക്, ഞാൻ എന്റെ മോളായിട്ട് വളർത്തിക്കോളാം. ഇതാ നിക്ക്. ഇനി എനിക്ക് ഒന്നും ഒളിക്കാനില്ല. എല്ലാ സത്യവും ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു കൊടും ചതിയാ. ഈ സ്ത്രീ, അവര് നിങ്ങളെല്ലാരും ചതിക്കുമായിരുന്നു. ഇവര് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ പരസ്പരം മാറ്റാൻ കൂട്ടുനിന്നത് അതെ ഇവര് കാരണം. ഇവര് കാരണം എന്റെ കുടുംബവും പോയി. എന്റെ ഭാര്യയെ ഞാൻ വിഷം കൊടുത്ത് കൊന്നു. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ഇതാ ഇവരാ. എന്നെ കൊണ്ട് മൊത്തം ചെയ്യിച്ചത് ഇവരാ. നിങ്ങളെ എല്ലാരെയും ചതിച്ചത് ഇവരാ. അനാവശ്യം പറയരുത്. വേഗം ഈ കുഞ്ഞിനെ വാങ്ങി പോയില്ലെങ്കിൽ പിന്നെ താൻ ജയിലിലായിരിക്കും. ഏത് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാ. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നാ മതി. ഇതാണ് എന്റെ കുഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.